പാതിവില തട്ടിപ്പിൽ സീഡ് സൊസൈറ്റി ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തി ഇ.ഡി. കണ്ണൂരിലെ സീഡ് സൊസൈറ്റി ഭാരവാഹികളെയാണ് ഇ.ഡി. കൊച്ചി ഓഫീസിൽ വിളിച്ചുവരുത്തി ഇപ്പോൾ അവർ മൊഴി നൽകിയിരിക്കുന്നത്. കണ്ണൂർ സീഡ് സൊസൈറ്റി പ്രൊജക്ട് മാനേജർ, കോർഡിനേറ്റർമാർ എന്നിവരാണ് മൊഴി നൽകിയിരിക്കുന്നത്. അർജുൻ കല്യാട് ചേരും കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, എപ്പോഴാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്? തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ സീഡ് സൊസൈറ്റി ഭാരവാഹികൾ പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇ.ഡി. ആണ്. ഈ മൊഴികൾക്കെല്ലാം അതിൻ്റെതായ പ്രാധാന്യവുമുണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും അരുൺ, അതായത് കണ്ണൂരിലെ സീഡ് സൊസൈറ്റി ഭാരവാഹികൾ, അതായത് പ്രൊജക്ട് മാനേജർ, കോർഡിനേറ്റർമാർ തുടങ്ങിയിട്ടുള്ളവരാണ് കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിലേക്ക് എത്തി ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും ഇ.ഡിക്ക് മൊഴിയായി നൽകിയത്. ഇ.ഡി. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പണം ഏത് രീതിയിലാണ് ഈ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് നൽകിയത്, ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് പണം നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ അനന്തകൃഷ്ണനും അതുപോലെ തന്നെ ആനന്ദകുമാറും ഉൾപ്പെടെയുള്ളവരുടെ പങ്കുൾപ്പെടെ വലിയ രീതിയിൽ വാർത്തയാവുകയും അത് പിന്നീട് ഓരോ തെളിവുകൾ സഹിതം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും നിർണായകമായി ഇപ്പോൾ മൊഴി നൽകിയതിൽ ഈ പറയുന്ന സീഡ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞ കാര്യം, ഈ ആനന്ദകുമാർ തട്ടിപ്പിൻ്റെ, അതായത് ഈ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ച ആ ഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു തട്ടിപ്പിൻ്റെ വാർത്ത എറണാകുളം എഡിഷനിൽ ഒരു 400 കോടി തട്ടിപ്പ് ഈ സീഡ് സൊസൈറ്റി കേന്ദ്രീകരിച്ച് നടക്കുന്നു തുടങ്ങിയിട്ടുള്ളൊരു വാർത്ത വന്ന ഘട്ടത്തിലാണ് തങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു തട്ടിപ്പല്ല, ഇതൊരു വ്യാജമായിട്ടുള്ള വാർത്തയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനന്തകൃഷ്ണൻ ഉൾപ്പെടെ തങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ആനന്ദകുമാർ ഇതിൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആനന്ദകുമാറിനെ മാറ്റിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് വ്യക്തമാക്കിയിരിക്കുന്നു. സൊസൈറ്റി ഭാരവാഹികൾ ഇ.ഡിക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ആനന്ദകുമാറിനെതിരായ മൊഴിയുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആനന്ദകുമാറിനെതിരായിട്ടുള്ള മൊഴി ഈ സീഡ് സൊസൈറ്റി ഭാരവാഹികൾ നൽകിയിട്ടുണ്ട്. കാരണം ആനന്ദകുമാറിന് ഇതിനകത്ത് ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല, ഇങ്ങനൊരു തട്ടിപ്പാണ് എന്ന് അറിഞ്ഞിരുന്നിട്ടില്ല എന്ന കാര്യമൊക്കെ ആയിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സീഡ് സൊസൈറ്റി ഭാരവാഹികൾ ഇപ്പോൾ ഇ.ഡിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് ആനന്ദകുമാറിന് ഉൾപ്പെടെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പങ്കുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ആനന്ദകുമാർ ഇതിൻ്റെ ഭാഗമായിരുന്നു. NGO കോൺഫെഡറേഷൻ്റെ പല യോഗങ്ങളിൽ, പല പ്രവർത്തനങ്ങളിൽ തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെട്ടിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ സീഡ് സൊസൈറ്റി ഭാരവാഹികൾ ഇ.ഡിക്ക് നൽകിയിട്ടുള്ള മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെയായിരുന്നു ഈ ഭാരവാഹികൾ കൊച്ചിയിലേക്ക് എത്തി ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇ.ഡിക്ക് മുന്നിലേക്ക് എത്തിയത് നിർണായകമായ ചില വിവരങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ജില്ലയിലെ പ്രൊജക്ട് മാനേജർ രാജാമണി, അതിനു പുറമെ കോർഡിനേറ്റർമാർ തുടങ്ങിയിട്ടുള്ളവരും ഇ.ഡിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. സമാന്തരമായ രീതിയിൽ തന്നെ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘത്തിന് മുന്നിലും ഈ പറയുന്ന പ്രൊജക്ട് മാനേജർമാരും കോർഡിനേറ്റർമാരും ഒക്കെ ഹാജരാവുകയും അവരുടെ കൈവശമുള്ള തെളിവുകളും അവരുടെ കൈവശമുള്ള വിവരങ്ങളും എല്ലാം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.